F-35 വിമാനത്തിൻ്റെ അറ്റകുറ്റപ്പണികൾക്കായുള്ള വിദഗ്ധ സംഘം ബ്രിട്ടനിൽ നിന്ന് തിരുവനന്തപുരത്ത് എത്തിയിരിക്കുകയാണ്. കഴിഞ്ഞ ജൂൺ 14-നാണ് F-35 വിമാനം തിരുവനന്തപുരത്ത് ഇറക്കുന്നത്. ബ്രിട്ടീഷ് സാങ്കേതിക വിദഗ്ധരാണ് ഇപ്പോൾ ഇതിൻ്റെ അറ്റകുറ്റപ്പണികൾക്കായി എത്തിയിരിക്കുന്നത്. ബ്രിട്ടീഷ് വ്യോമസേനയുടെ എയർബസ് A400M അറ്റ്ലസ് ട്രാൻസ്പോർട്ട് വിമാനത്തിലാണ് പ്രത്യേക സംഘം എത്തിയിരിക്കുന്നത്. ആ ദൃശ്യങ്ങളാണ് നമ്മളിപ്പോൾ കാണുന്നത്. ഒന്നരമാസത്തിലധികമായി തിരുവനന്തപുരം വിമാനത്താവളത്തിലാണ് F-35 വിമാനമുള്ളത്. അതിൻ്റെ അറ്റകുറ്റപ്പണികൾക്കായുള്ള വിദഗ്ധ സംഘമാണ് ഇപ്പോൾ ബ്രിട്ടനിൽ നിന്ന് എത്തിയിരിക്കുന്നത്. ബ്രിട്ടീഷ് സാങ്കേതിക വിദഗ്ധർ ഉൾപ്പെടെയുള്ള സംഘം ഇനിയിപ്പോൾ ഈ F-35 പരിശോധിക്കും. പ്രശ്നങ്ങൾ പരിഹരിച്ച് അതിനെ മടക്കി കൊണ്ടുപോകാൻ കഴിയുമോ എന്ന് ആദ്യഘട്ടത്തിൽ നോക്കും. അങ്ങനെ പറ്റിയില്ല എങ്കിൽ എയർലിഫ്റ്റ് പോലുള്ള കാര്യങ്ങളിലേക്ക് കടക്കേണ്ട ഒരു സാഹചര്യമുണ്ട്. അപ്പോൾ അതൊക്കെ പരിശോധിക്കാനായാണ് ഈ വിദഗ്ധ സംഘം ഉൾപ്പെടെയുള്ള ആളുകൾ ഇപ്പോൾ അവിടെ എത്തിയിരിക്കുന്നത്. RB സനൂപ് വിവരങ്ങൾ നൽകാനായി ചേരുന്നു. സനൂപ്, ഈ വിദഗ്ധ സംഘം ബ്രിട്ടീഷ് സാങ്കേതിക വിദഗ്ധർ ഉൾപ്പെടെയുള്ള ആളുകൾ ഇപ്പോൾ അവിടെ എത്തിയിട്ടുണ്ട്. ഇനി എങ്ങനെയായിരിക്കും തുടർ നീക്കങ്ങളിലേക്കൊക്കെ കടക്കുക? ബ്രിട്ടീഷ് വ്യോമസേനയുടെ എയർബസ് വിമാനം ഇവിടെ എത്തിക്കഴിഞ്ഞിട്ടുണ്ട്. അറ്റ്ലസ് വിമാനം. അതിൽ ഈ 20 അംഗ സംഘം ഉണ്ട്. ബ്രിട്ടീഷ് സാങ്കേതിക വിദഗ്ധരും അതുപോലെ തന്നെ വിമാനത്തിന്റെ F-35B വിമാനത്തിന്റെ നിർമ്മാതാക്കളായിട്ടുള്ള ലോക്ഹീഡ് മാർട്ടിൻ, ആ കമ്പനിയുടെ സാങ്കേതിക വിദഗ്ധരും അടങ്ങുന്ന സംഘമാണ് ഇപ്പോൾ തിരുവനന്തപുരത്തെത്തിയ ഈ എയർബസിന്റെ വിമാനത്തിൽ ഉള്ളത്. കഴിഞ്ഞ മാസം 14-ാം തീയതി മുതലാണ് ഈ ദൃശ്യത്തിൽ കാണുന്നത് പോലെ ആ കിടക്കുന്ന ലോകത്തിലെ ഏറ്റവും അത്യാധുനികമായിട്ടുള്ള യുദ്ധവിമാനങ്ങളിൽ ഒന്നാണ്. 5ാം തലമുറ, അമേരിക്ക നിർമ്മിച്ച 5ാം തലമുറ യുദ്ധവിമാനമാണ് അത്. ബ്രിട്ടൻ അടക്കമുള്ള അവരുടെ സഖ്യരാഷ്ട്രങ്ങൾക്കും കൈമാറിയിട്ട് ആ ബ്രിട്ടന്റെ ഒരു യുദ്ധവിമാനമാണ് ഈ കഴിഞ്ഞ 14-ാം തീയതി മുതൽ തിരുവനന്തപുരം വിമാനത്താവളത്തിൽ തുടരുന്നത്. 2 ദിവസം മുമ്പ് വരെയും ഈ HMS പ്രിൻസ് ഓഫ് വെയിൽസ് എന്ന വിമാന വാഹിനി കപ്പലിൽ നിന്ന് ഇന്ത്യൻ നാവികസേനയുടെ അടക്കം പരിശീലനം നടത്തിയ ശേഷമാണ് ഇത് അറബിക്കടൽ വഴി തിരികെ പോകുന്നതിനിടയിൽ ഈ വിമാനം പറന്നുയരുകയും അതിന് തിരികെ വിമാനവാഹിനി കപ്പലിൽ ഇറങ്ങാൻ കഴിയാത്തൊരു സാഹചര്യം ഉണ്ടാവുകയും ചെയ്തത്. പലതവണ വിമാനവാഹിനി കപ്പലിൽ ഇറങ്ങാൻ ശ്രമിച്ചെങ്കിലും നടന്നില്ല. തുടർന്ന് ഇതിന്റെ ഇന്ധനം തീരാറായപ്പോഴാണ് തിരുവനന്തപുരത്തെ വിമാനത്താവളവുമായിട്ട് അത് ബന്ധപ്പെടുകയും അടിയന്തരമായിട്ട് ലാൻഡിങ്ങിനുള്ള അനുമതി നൽകണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തത്. അങ്ങനെ പ്രതിരോധ മന്ത്രാലയത്തിന്റെ അടക്കം ക്ലിയറൻസ് ലഭിച്ച ശേഷമാണ് F-35B വിമാനം തിരുവനന്തപുരം വിമാനത്താവളത്തിൽ ഇറങ്ങിയത്. അന്നു മുതൽ കനത്ത സുരക്ഷയിൽ ഈ വിമാനം ഇവിടെ തുടരുകയാണ്. CASFന്റെ അടക്കം കനത്ത സുരക്ഷ നൽകിയിരിക്കുന്നു. ആദ്യഘട്ടത്തിൽ ഇത് ഇവിടെ എത്തിയതിനു ശേഷം അതിന് തിരികെ പറക്കാൻ കഴിഞ്ഞില്ല. ഹൈഡ്രോളിക് സിസ്റ്റത്തിൽ ഉണ്ടായിട്ടുള്ള സാങ്കേതിക തകരാറ് കാരണം F-35B എന്ന ഈ യുദ്ധവിമാനത്തിന് പറക്കാൻ കഴിഞ്ഞിരുന്നില്ല. HMS പ്രിൻസ് ഓഫ് വെയിൽസിൽ നിന്ന് ഒരു സംഘം ഹെലികോപ്റ്ററിൽ ഇവിടെ എത്തി ഇതിന്റെ സാങ്കേതിക തകരാർ പരിഹരിക്കാൻ ശ്രമിച്ചെങ്കിലും കഴിയാതെ പോവുകയായിരുന്നു. പലതവണ ശ്രമിച്ചിട്ടും സാങ്കേതിക തകരാർ പരിഹരിക്കാൻ കഴിയാത്തതിനെ തുടർന്നാണ് വിമാനം എത്രയും വേഗം ശരിയാക്കുന്നതിന് വേണ്ടി വിദഗ്ധ സംഘം 20 അംഗ വിദഗ്ധ സംഘം ഇപ്പോൾ ബ്രിട്ടനിൽ നിന്ന് എത്തിയത്. മസ്കറ്റ് വിമാനത്താവളത്തിൽ നിന്ന് രാവിലെ പുറപ്പെട്ട സംഘമാണ് ഈ എയർബസ് വിമാനത്തിൽ ഇപ്പോൾ തിരുവനന്തപുരത്ത് എത്തിയിരിക്കുന്നത്. അവർ വന്ന് ഈ F-35B വിമാനത്തെ പരിശോധിച്ച് അതിന്റെ ഹൈഡ്രോളിക് സിസ്റ്റത്തിൽ ഉണ്ടായിട്ടുള്ള സാങ്കേതിക തകരാറ് പരിഹരിക്കാൻ കഴിഞ്ഞാൽ ഈ F-35B വിമാനത്തിനെ ഇവിടെ നിന്ന് പറത്തിക്കൊണ്ട് പോകാൻ കഴിയും. അല്ലെങ്കിൽ മറ്റൊരു വിമാനം, ചരക്ക് വിമാനമായിട്ടുള്ള C-17 ഗ്ലോപാസ്റ്റ് 3 എന്ന വലിയ ചരക്ക് വിമാനം എത്തിച്ച്
വിമാനത്തിന്റെ ചിറകുകൾ അഴിച്ച ശേഷം അതിൽ കൊണ്ടുപോകാനുള്ള തീരുമാനമായിരിക്കും അവർ. സനൂപ്, ഈ F-35B പരിശോധനകളൊക്കെ പൂർത്തിയായി ഒരു പറക്കൽ പരുവത്തിലേക്ക് മാറ്റാൻ ഇനിയും ഒരുപാട് ദിവസങ്ങൾ വേണ്ടി വരുമോ? തീർച്ചയായിട്ടും ഒരു 3 മുതൽ 4 ദിവസം വേണ്ടിവരും. തീർച്ചയായിട്ടും ഈ ഹൈഡ്രോളിക് സിസ്റ്റത്തിലുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് വേണ്ടി. കാരണം ഇത് ഈ വെർട്ടിക്കലായിട്ട് ഉയർന്ന് പൊങ്ങാൻ പറ്റുന്ന തരത്തിലുള്ള വിമാനം, അതായത് നിന്നിടത്ത് നിന്ന് ഉയരാൻ പറ്റുന്ന രീതിയിലുള്ള സിസ്റ്റമാണ് F-35B എന്നുള്ളത്. അതായത് റൺവേയിൽ കൂടെ ഓടിച്ചു പോയി ഉയർത്തി എടുക്കേണ്ട ആവശ്യമില്ല. പകരം റൺവേ കിടക്കുന്ന ഭാഗത്തു നിന്ന് വെർട്ടിക്കലായിട്ട് ഉയർന്നു പൊങ്ങാൻ പറ്റുന്ന തരത്തിലാണ് F-35B വിമാനം പ്രവർത്തിക്കുന്നത്. ആ രീതിയിലാണ് അതിന്റെ നിർമ്മാണം നടത്തിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഹൈഡ്രോളിക് സിസ്റ്റം ശരിയായാൽ മാത്രമേ വിമാനത്തിന് F-35B യുദ്ധവിമാനത്തിന് പറന്നുയരാൻ കഴിയൂ. നമുക്കറിയാം, ലോകത്തിലെ തന്നെ ഏറ്റവും അത്യാധുനിക യുദ്ധവിമാനങ്ങളൊന്നാണ്. 930 കോടി രൂപയാണ് ഈ ഒരു വിമാനത്തിന്റെ വില. സ്റ്റെൽത്ത് സാങ്കേതികവിദ്യ, അതായത് റഡാറുകളുടെ കണ്ണ് വെട്ടിച്ച് പറക്കാൻ പറ്റുന്ന സ്റ്റെൽത്ത് സാങ്കേതിക വിദ്യയുള്ള യുദ്ധവിമാനമാണ് ഈ കാണുന്നത്. അമേരിക്ക നിർമ്മിച്ച വിമാനം, അവരുടെ സഖ്യകക്ഷികൾക്ക് മാത്രം കൊടുത്ത വിമാനം. ഇന്ത്യക്കടക്കം വാഗ്ദാനം ചെയ്തിരുന്നു ഒരു ഘട്ടത്തിൽ F-35 വിമാനം ഇന്ത്യക്ക് നൽകാമെന്നുള്ള കാര്യമൊക്കെ പറഞ്ഞിരുന്നു. ആ വിമാനമാണ് ഇത്തരത്തിൽ തിരുവനന്തപുരം വിമാനത്താവളത്തിൽ കഴിഞ്ഞ 3 ആഴ്ചയായിട്ട് കുടുങ്ങിക്കിടക്കുന്നത്. വിമാനങ്ങൾക്ക് സാങ്കേതിക പ്രശ്നമൊക്കെ ഉണ്ടാവും, പക്ഷേ അമേരിക്ക അടക്കം വലിയ രീതിയിൽ പ്രചാരണം കൊടുക്കുന്ന ഒരു യുദ്ധവിമാനമാണ് ഇത്തരത്തിൽ കാറ്റും മഴയും വെയിലുമേറ്റ് തിരുവനന്തപുരം വിമാനത്താവളത്തിൽ ഇങ്ങനെ കിടക്കുന്നത്. വലിയ നാണക്കേടൊക്കെ ഉണ്ടായെങ്കിൽ പോലും അവരെ സംബന്ധിച്ചിടത്തോളം എത്രയും വേഗം ഈ വിമാനം ഇവിടെ നിന്ന് കൊണ്ടുപോവുക എന്നുള്ള കാര്യമാണ്. ഈ വിമാനത്തിന്റെ ചിത്രം ഉപയോഗിച്ചുകൊണ്ട് വലിയ പരസ്യമൊക്കെ കേരളത്തിലെ പല വകുപ്പുകളും നൽകുകയും ചെയ്തിരുന്നു. ആദ്യം കേരള ടൂറിസമാണ് F-35Bയെ അവരുടെ പരസ്യത്തിന് വേണ്ടി ഉപയോഗിച്ചത്. മിൽമ ഉപയോഗിച്ചു. അതിനുശേഷം കേരള പോലീസ് അടക്കം വിവിധ സ്വകാര്യ സംഘടനകളും അതുപോലെ തന്നെ സർക്കാരിന്റെ വകുപ്പുകളടക്കം ഈ വിമാനത്തിന്റെ ചിത്രം ഉപയോഗിച്ചുകൊണ്ട് പ്രചരണമൊക്കെ നടത്തിയിരുന്നു. അപ്പൊ അതുകൊണ്ട് തന്നെ ഇനിയിപ്പോൾ ചെയ്യേണ്ടത് ഈ പറയുന്ന എയർബസിൽ എത്തിയിട്ടുള്ള ബ്രിട്ടീഷിന്റെയും ലോക്ഹീഡ് മാർട്ടിന്റെയും സംഘങ്ങൾ അവർ വന്ന് വിമാനം പരിശോധിക്കും. വിമാനം പരിശോധിച്ച ശേഷം അതിന്റെ ഹൈഡ്രോളിക് സംവിധാനം ശരിയാക്കാൻ കഴിയുമോ എന്ന് നോക്കും. ഒരു കാര്യം കൂടി ചോദിക്കട്ടെ, ഈ പരിശോധനകൾക്ക് ഫലം കണ്ടില്ലെങ്കിൽ, അല്ലെങ്കിൽ പരിശോധിച്ച് ഇത് ശരിയാക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ, ഇതിന് സ്വയം പറക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ ഇതിനെ എങ്ങനെയായിരിക്കും മടക്കി കൊണ്ടുപോവുക? 4 ദിവസത്തോളം ഇവർ പരിശോധിക്കും. ശരിയാക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ തീർച്ചയായിട്ടും ബ്രിട്ടീഷ് വ്യോമസേനയുടെ C-17 ഗ്ലോബ് മാസ്റ്റർ 3 എന്ന വലിയ ചരക്ക് വിമാനം ഇവിടെ എത്തിക്കും. ആ ചരക്ക് വിമാനത്തിൽ ഇതിന്റെ ചിറകുകൾ മറ്റുമൊക്കെ അഴിച്ച ശേഷം ആ വിമാനത്തിൽ കയറ്റി ഇതിനെ ഇവിടെ നിന്ന് കൊണ്ടുപോകാനായിരിക്കും ഉദ്ദേശിക്കുന്നത്. ജൂലൈ 14-ാം തീയതിക്കകം തന്നെ വിമാനം ഇവിടെ നിന്ന് മാറ്റുമെന്ന് ബ്രിട്ടീഷ് ഹൈക്കമ്മീഷണറും വ്യക്തമാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് ഇന്നിപ്പോ വന്ന ഈ സംഘം ഇവിടെ ഇറങ്ങി അവർ കൃത്യമായിട്ടുള്ള പരിശോധന മറ്റുമൊക്കെ നടത്തി. ഏറ്റവും സാങ്കേതിക വിദഗ്ധരാണ്, അതായത് ഈ വിമാനം ഉണ്ടാക്കിയ ലോക്ഹീഡ് മാർട്ടിൻ, അമേരിക്കൻ കമ്പനിയായ ലോക്ഹീഡ് മാർട്ടിന്റെ സാങ്കേതിക വിദഗ്ധരും ബ്രിട്ടീഷ് വ്യോമസേനയുടെ സാങ്കേതിക വിദഗ്ധരും അടങ്ങുന്ന സംഘമാണ് ഇപ്പോൾ ഈ എയർബസിൽ ഇവിടെ നിന്ന് ഇറങ്ങിയിട്ടുള്ളത്. അപ്പം അവർ അതിനുവേണ്ട ഉപകരണങ്ങളും അതിനുവേണ്ട എല്ലാ തയ്യാറെടുപ്പുകളും കൂടിയാണ് വിമാനത്താവളത്തിൽ ഇറങ്ങിയിട്ടുള്ളത്. പ്രതിരോധ മന്ത്രാലയത്തിന്റെ അടക്കം ക്ലിയറൻസ് ഇവർ നേരത്തെ തേടിയിരുന്നു. തിരുവനന്തപുരം വിമാനത്താവളത്തിന്റെ കൂടി ക്ലിയറൻസ് കിട്ടിയോടുകൂടിയാണ് ഇന്ന് പുലർച്ചെ മസ്കറ്റിൽ നിന്ന് ഈ എയർബസ് A400 വിമാനം അറ്റ്ലസ് എന്ന വിമാനം അവിടെ നിന്ന് പറന്നുയരുകയും അല്പസമയം മുമ്പ് തിരുവനന്തപുരം വിമാനത്താവളത്തിൽ ഇറങ്ങുകയും ചെയ്തത്. അവർ ഇന്ന് തന്നെ ഇതിന്റെ പരിശോധന ആരംഭിക്കും. ശരിയാക്കാൻ പറ്റുന്നതാണെങ്കിൽ, ഹൈഡ്രോളിക് സിസ്റ്റം ശരിയാക്കാൻ പറ്റുന്നതാണെങ്കിൽ അതിനുവേണ്ട ഉപകരണങ്ങളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. അതെല്ലാം തന്നെ നോക്കി പരിഹരിച്ച് ഇവിടുന്ന് പറത്തിക്കൊണ്ടുപോകാൻ തന്നെയായിരിക്കും അവർ പരമാവധി ശ്രമിക്കുക. കാരണം ആ F-35B വിമാനത്തിന്റെ ആ സാങ്കേതിക വിദ്യ അത്രത്തോളം പ്രധാനപ്പെട്ടതാണ്, മെച്ചപ്പെട്ടതാണെന്ന് അവർ പറയുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇവിടെ നിന്ന് ശരിയാക്കി കൊണ്ടുപോയില്ലെങ്കിൽ അത് ആ വിമാനം നിർമ്മിച്ച കമ്പനിക്ക് അടക്കം ഒരു നാണക്കേട് ഉണ്ടാക്കുന്നതാണ്. അതുകൊണ്ട് എത്രയും വേഗം പരിഹരിച്ച് ഇവിടെ നിന്ന് കൊണ്ടുപോകാൻ തന്നെയാണ് അവർ തീരുമാനിക്കുക. ശരി, RV സനൂപാണ് വിവരങ്ങൾ നൽകിയത്.